പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാൾ പറയുന്ന കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന അതിൻ്റെ പകുതിയായിരിക്കും. അതിൻ്റെ പകുതിയായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു അംശം പോലും ആയിരിക്കില്ല നമ്മൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികളും പറയുമ്പോൾ അതെന്താണ് പറയുന്നതെന്ന് നമ്മൾ വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രം അത് മനസ്സിലാക്കിയതിന് മാത്രമേ അത് പ്രവർത്തിക്കുക. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഒരിടത്ത് ഒരു ധനികനായ ഒരു അച്ഛനും ഒരു മോനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛന് ഒരുപാട് സമ്പത്ത്, ആ കരയിലെ ഏറ്റവും വലിയ ധനികനാണ്, ഒരുപാട് സമ്പത്തും ഉണ്ട്. അപ്പോൾ ആകെ ഒരു മോൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ അച്ഛന് അസുഖബാധിതനായി. അപ്പോൾ ഈ മകനെ ഈ എല്ലാം ഏൽപ്പിക്കണമെന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ മകനെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, മോനെ, ഇനിയുള്ള കാലം ഞാനില്ലാതെ വന്നാൽ നീ 4 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. അത് നാല് കാര്യം നീ നോട്ട് ചെയ്തോണം. അതിനിയും നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നിൻ്റെ യാത്രയിൽ അത് നിനക്ക് സഹായകരമാകും. അതായത് നിനക്ക് ഞാൻ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് നശിച്ചു പോകാതെ വീണ്ടും വീണ്ടും അത് ഉയർത്തിക്കൊണ്ട് വരാൻ നിനക്ക് ഈ 4 കാര്യങ്ങൾ സഹായകമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞത്, നീ വെയിൽ കൊള്ളാതിരിക്കുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. വെയിൽ കൊള്ളരുത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, നീ വീടിന് ചുറ്റിനും തുകൽ കൊണ്ടുള്ള വേലി കെട്ടുക എന്ന്. തുകൽ വേലി കെട്ടുക. 1 വെയിൽ കൊള്ളാതിരിക്കുക, 2 തുകൽ വേലി കെട്ടുക. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം എപ്പോഴും മധുരമുള്ളതായിരിക്കുക എന്ന്. 4ാമത് പറഞ്ഞിരിക്കുന്നത് ഭാര്യയെ കെട്ടിയിടുക. ഈ 4 കാര്യം ഈ അച്ഛൻ മകൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞപ്പം മകൻ്റെ കയ്യിലായി ഈ ഭാരങ്ങളെല്ലാം ആയി. അപ്പം മകൻ ഇത് നടത്തിയെടുക്കാതെ പറ്റത്തില്ല. അപ്പം മകന് അന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്ന ആ കാര്യങ്ങളെടുത്ത് ഒന്നുകൂടെ നോക്കി. അപ്പോൾ അത് തൊട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം അച്ഛൻ ആദ്യം പറഞ്ഞ കാര്യം മകൻ അനുസരിച്ച് വെയിൽ കൊള്ളാതിരിക്കുക. അപ്പം മകൻ എന്താ ചെയ്തത്? മകൻ പോകുന്ന വഴിക്ക് മുഴുവൻ അങ്ങ് പന്തലിട്ടു. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഇവർക്കുള്ള. അപ്പോൾ ഇവൻ പോകുന്ന വഴി മുഴുവൻ പന്തലിട്ട് വെയിൽ കൊള്ളാതെ അങ്ങ് നടന്നു. രണ്ടാമത് പറഞ്ഞ കാര്യം തുകൽ വേലി കെട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഉണ്ടായിരുന്ന തോലെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് ഇവൻ വീടിന് ചുറ്റിനും വേലി കെട്ടി വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ തുകൽ അങ്ങോട്ട് ചീഞ്ഞിട്ട് അതിൻ്റെ സ്മെല്ല് കാരണം അതിൻ്റെ അടുത്തുള്ളവർക്ക് പോലും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനെ അനുസരിച്ചതാണ്, അല്ലാതെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ ഇവൻ പറഞ്ഞിട്ട് അത് അഴിച്ചു മാറ്റത്തില്ല. അങ്ങനെ അപ്പോൾ ആ നാട്ടുകാരെല്ലാം ഇവനോട് പിണങ്ങി ഇവനോട് മിണ്ടാതായി. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവൻ ചെന്നെത്തി. പിന്നെ പറഞ്ഞ കാര്യം മധുരം, എപ്പോഴും ഭക്ഷണം മധുരതരമാക്കുക എന്നുള്ളത്. ഇവൻ എന്താ ചെയ്തത്? ഇവന് മധുരമുള്ള ഭക്ഷണങ്ങൾ തന്നെ അങ്ങ് വാങ്ങി കഴിച്ചു. അങ്ങനെ കഴിച്ച് ഇവന് അസുഖം ബാധിച്ചു. ഭയങ്കരമായിട്ട് വണ്ണവും വെച്ച് അസുഖബാധിതനായി മാറി. പിന്നെ പറഞ്ഞ കാര്യം ഭാര്യയെ കെട്ടിയിടുക എന്നുള്ളത്. ഇയാൾ രാവിലെ ജോലിക്കായിട്ട് പോകുന്ന സമയത്ത് ഭാര്യയെ കെട്ടിയിടും. തിരിച്ച് വന്നു കഴിയുമ്പോഴാണ് ഇയാൾ അഴിച്ചു വിടുക. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇയാൾക്ക് രോഗമായി. നാട്ടുകാരെല്ലാം ഇയാളോട് പിണങ്ങി ഭാര്യ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ കെട്ടിയിടുന്ന കാരണം ഭാര്യയ്ക്ക് ഇയാളോട് വെറുപ്പായി. അങ്ങനെ ആകെ ലൈഫിൽ പ്രശ്നമായി. അങ്ങനെ ആയപ്പോഴത്തേനും എല്ലാം ഇയാളുടെ ഓരോന്ന് ക്ഷയിച്ച് വരിക. ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ പോയ കാരണം എല്ലാവരും ഇവനോട് പിണങ്ങിയിരിക്കുന്നത് കൊണ്ടും നാട്ടുകാരിൽ നിന്നും ഒരു സപ്പോർട്ട് ഇവനില്ല. അതിൻ്റെ കൂടെ രോഗാവസ്ഥ കാരണം ഇവന് ജോലി ചെയ്യാനും പറ്റാത്ത ഒരു കണ്ടീഷനായി. അങ്ങനെ ആ അവസ്ഥ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിലൊരു ഗുരുജി വരുന്നു എന്ന് ഇവൻ അറിയുന്നത്. അപ്പോൾ ആരോ ഇവനോട് പറഞ്ഞു, ആ ഗുരുജി ഒന്ന് പോയി കാണുവാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഗുരുജിയെ കാണാൻ വേണ്ടി ഗുരുജിയുടെ അടുത്ത് ചെന്നേച്ച് ഗുരുജിയുടെ അടുത്ത് ഇവൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം മാത്രം ഞാൻ നടപ്പാക്കി, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ 4 കാര്യം ഗുരുജിയുടെ അടുത്ത് ഈ മകൻ പറഞ്ഞു. അപ്പം ഗുരുജി ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അപ്പം ചോദിച്ചു, ഗുരുജി എന്നെ കളിയാക്കുവാണ്, എനിക്ക് ഇവിടെയും രക്ഷയില്ല. ഇയാളാകെ അങ്ങ് തകർന്നു പോയ അവസ്ഥയിലാണ് ഗുരുജിയുടെ അടുത്ത് ചെന്നത്. അപ്പോൾ ഈ ഗുരുജി കളിയാക്കിയതാണല്ലോ എന്നോർത്ത് ഇവിടെ ഇയാൾക്ക് രക്ഷയില്ലല്ലോ എന്നോർത്ത് ഇയാളങ്ങ് മനപ്രയാസപ്പെട്ടെന്നും പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ നിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നീ ഉൾക്കൊണ്ടില്ല, അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിൻ്റെ അച്ഛൻ പറഞ്ഞ നീ പന്തലിട്ടു വെയിൽ കൊള്ളാതിരിക്കാൻ പറഞ്ഞപ്പോൾ, അത് ആ വെയിൽ കൊള്ളാതിരിക്കുക എന്ന് പറഞ്ഞാൽ നീ ഉദയത്തിന് മുന്നേ തന്നെ നീ നിൻ്റെ ജോലിയിൽ പ്രവേശിക്കുക. അസ്തമയമാകുമ്പോൾ നീ തിരിച്ചു വരിക. അപ്പം ഉദയത്തിന് മുന്നേ ആകുമ്പം വെയിലില്ല, അസ്തമയം കഴിഞ്ഞാലും തണലാണ്. അതാണ് നിൻ്റെ അച്ഛൻ ഉദ്ദേശിച്ചത്. അതായത് നീ കഠിനാധ്വാനിയാകുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്,
തുകൽവേലി എന്ന് പറയുന്ന ഒരു നായ വളർത്തുക. നിൻ്റെ വീടിനൊരു സംരക്ഷണമാണ് ഒരു നായ എന്ന് പറയുന്നത്. അതാണ് അച്ഛൻ തുകൽവേലി കൊണ്ട് ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ കാര്യം, ഭക്ഷണം മധുരതരമാക്കുക എന്ന് പറഞ്ഞത് നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാതെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കരുത്. അതാണ് അച്ഛൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം. ഭക്ഷണം അപ്പോൾ നല്ല മധുരമായിട്ട് നമുക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ. പിന്നെ പറഞ്ഞിരിക്കുന്ന ഭാര്യയെ കെട്ടിയിടുക. ഭാര്യയെ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ കെട്ടിയിടുക എന്നുള്ളതാണ്. സ്നേഹം കൊണ്ട് നമ്മൾ ഭാര്യയെ അടിമപ്പെടുത്തുക. അതുകൊണ്ട് ഒരു സ്നേഹം കൊടുത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോകാത്ത രീതിം നമ്മുടെ ഉള്ളിൽ ഭാര്യയെ കെട്ടിയിടുക. അതാണ് ഉദ്ദേശിച്ചത്. അതിന് നീ എന്താ ചെയ്തത്? നീ കയറുകൊണ്ട് ഭാര്യയെ കെട്ടിയിട്ടു. ഇപ്പോൾ നീ കാണിച്ചത് മുഴുവൻ മണ്ടത്തരമാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നീ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ മകൻ ഈ മണ്ടത്തരമെല്ലാം മനസ്സിലായി. മകന് പിന്നീട് തൊട്ട് ഈ ഗുരുജി പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. താമസിച്ച് തന്നെ മകൻ ധനികനാകുകയും എന്നിട്ട് ഭാര്യയെ പോയി അയാൾ കൂട്ടിക്കൊണ്ട് വരികയും അങ്ങനെ അവർ സന്തോഷത്തോടെ പഴയ പോലെ അച്ഛനെ പോലെ പ്രതാപത്തോടെ തന്നെ ഈ മകനും ജീവിച്ചു. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യമാണേലും അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി മാത്രം നമ്മൾ പ്രവർത്തിക്കുക. അല്ലാതെ കേട്ടതിനെ എന്താണെന്ന് അത് വ്യാഖ്യാനിക്കാതെ എന്താണെന്ന് അറിയാതെ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, സീ യു.